പച്ചക്കറി നടുവാനുള്ള നിലമൊരുക്കാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അവിടെയുള്ള കരിയിലകളും എല്ലാം ഒന്ന് കത്തിച്ച് കരിയാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്നിട്ട് അവിടെ നിരത്തിയിടാവുന്നതാണ്. പിന്നെ നമ്മൾ അതിലുള്ള പുല്ലും അതുപോലെ എല്ലാ ആ ഭാഗത്തുള്ള പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുകയാണ്. നിലം നന്നായി നനയണം. അങ്ങനെ നനച്ചെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു അടയ്ക്കാമരം ആകെ ചെതൽ തിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ സാഫാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അടയ്ക്കാമരമൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ സാഫ് അടിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ നിലമൊക്കെ വെള്ളമൊക്കെ ആയി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നിരത്തുകയാണ് ചെയ്യുന്നത്. ഒന്ന് നിരത്തി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിയില എപ്പോഴും മണ്ണിളക്കത്തിന് നല്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് കരിയില ഇട്ട് കൊടുക്കണം. പിന്നെ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ചാണകപ്പൊടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചാണകപ്പൊടി നമ്മൾ കരിയിലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചാരമാണ് കാണുന്നത്. ഇനി അടുത്തതായി ചാരം ഇട്ട് കൊടുക്കും. ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം വിതറി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ സുഡോണമസ് എപ്പോഴും മണ്ണിന് നല്ലതാണ്. അപ്പോൾ ആ സുഡോണമസും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും സുഡോണമസും ഇട്ട് കൊടുക്കണം. ഇതെപ്പോഴും മണ്ണിളക്കത്തിന് നല്ലതാണ് ഈ കരിയില. അതുപോലെ തന്നെ പച്ചക്കറി വിത്തായാലും എന്ത് നട്ടായാലും നമുക്ക് നല്ല വിളവ് കിട്ടും ഇങ്ങനെ മണ്ണൊരുക്കി ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അത്ര വിളവ് കിട്ടുകയില്ല. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളകോ എന്ത് തന്നെ വെച്ചാലും നല്ല വിളവായിരിക്കും. അപ്പോൾ എപ്പോഴും മണ്ണൊരുക്കി വേണം കൃഷി ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കണം. ഇങ്ങനെ മണ്ണിട്ട് കൊടുത്ത് ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈകളൊക്കെ നടുകയുള്ളൂ. അപ്പോൾ ഇത് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നനച്ച് നമുക്ക് അവിടെ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ ഇടുക്കിയിലാണ്. അവിടെ നമ്മൾ ആശ്രമം ട്രെയിനിങ് കോളേജും ഉണ്ട്, റിസോർട്ടും ഉണ്ട്. അപ്പോൾ ആ റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ആ റിസോർട്ടാണ് ഈ കാണുന്നത്. ഇത് കട്ടപ്പന പള്ളിയാണ്. അവിടെയായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. തിരിച്ചു പോരുമ്പോഴാണ് വേലിയരിയിലൊക്കെ നല്ല പൂക്കൾ നിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കമ്പൊക്കെ ഞങ്ങൾ വെട്ടിയെടുത്തു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഇനി കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൊള്ളിക്കുള്ള മൺകൂനയാണ് റെഡിയാക്കിയിട്ടിരിക്കുന്നത്. അതിലേക്ക് കുമ്മായമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുമ്മായത്തിന് മുകളിൽ ഇതുപോലെ തന്നെ ചാണകപ്പൊടിയും ചാരവും ഒക്കെ കൊടുത്ത് ഇതുപോലെ കോനിയാക്കി വെച്ചിട്ടാണ് അതിലേക്കാണ് കൊള്ളി കുത്തി കൊടുക്കുന്നത്. ഇങ്ങനെ കൊള്ളി കുത്തി കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് പിന്നെ മണ്ണ് കയറ്റും. ഇത് നമ്മുടെ തൈകളുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം